ഒരു സിംഹവും പുലിയും കൂടി ഒന്നിച്ചാൽ അവയ്ക്കുണ്ടാവുന്ന കുട്ടികളിനെ കാണാൻ എങ്ങനെയുണ്ടാവും? പ്രകൃതിയിൽ ഒരിക്കലും കണ്ടില്ലാത്ത രണ്ട് മൃഗങ്ങൾ ഒന്നിച്ചാൽ എന്ത് സംഭവിക്കും? രണ്ട് ലോകങ്ങളുടെയും മിശ്രിതമായ അത്ഭുത സൃഷ്ടികളാണ് ഹൈബ്രിഡ് മൃഗങ്ങൾ. സിംഹത്തിന്റെ ശക്തിയും പുലിയുടെ ദേഷ്യവും കുതിരയുടെ വേഗതയും കഴുതയുടെ സഹനയും കൂടി ചേർന്നിട്ട് ഒരു മൃഗമുണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്തരം ഹൈബ്രിഡ് മൃഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവയെ പ്രകൃതി നിർമ്മിച്ചതല്ല, മറിച്ച് മനുഷ്യന്മാർ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് വീഡിയോ എന്തായാലും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതാണ് ലൈഗർ. ഇത് സ്വാഭാവികമായി കാട്ടിലുണ്ടാകുന്ന ഒരു മൃഗമല്ല, ഇതൊരു ഹൈബ്രിഡ് മൃഗമാണ്. ഒരു ആൺസിംഹവും ഒരു പെൺപുലിയും കൂട്ടുകൂടിയപ്പോൾ ജനിക്കുന്ന മൃഗം. സാധാരണയായി സിംഹങ്ങളും പുലികളും ഒരേ സ്ഥലത്ത് ജീവിക്കാറില്ല. സിംഹങ്ങൾ കൂടുതലായി ആഫ്രിക്കയിലാണ് ഉള്ളത്, എന്നാൽ പുലികൾ ഏഷ്യയിലും. അതുകൊണ്ട് തന്നെ ലൈഗറുകൾ സാധാരണയായി മനുഷ്യർ പരിപാലിക്കുന്ന സ്ഥലങ്ങളിലാണ് ജനിക്കുന്നത്. ലൈഗർ ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചവർഗ മൃഗമാണ്. സാധാരണ സിംഹത്തെയും പുലികളെയും കാൽ വലുതായി ഇവ വളരും. ചില ലൈഗറുകൾക്ക് 400 കിലോയ്ക്ക് മുകളിലാണ് ഭാരം. നീളം 12 അടി വരെ എത്തും. ഇത് സംഭവിക്കുന്നത് അവയുടെ ജീനുകളുടെ പ്രത്യേക കാരണം കൊണ്ടാണ്. സിംഹത്തിന്റെ ജീനുകൾ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു, പക്ഷെ പെൺപുലിക്ക് അതിനെ നിയന്ത്രിക്കുന്ന ജീനുകൾ കുറവാണ്. അതുകൊണ്ട് ലൈഗർ വളർച്ചയിൽ വലിയ തോതിൽ മുന്നേറും. ലൈഗറിന് സിംഹത്തിനെ പോലെയുള്ള ശരീരഘടനയാണുള്ളത്. ചിലപ്പോൾ ചെറിയ മുടി കിരീട പോലെയുള്ളതും ഉണ്ടാകും. അതോടൊപ്പം പുലിയുടെ പോലെ ശരീരത്തിൽ മങ്ങലായ വരകളും കാണാം. അതിന്റെ നിറം സാധാരണയായി സ്വർണ്ണ നിറം കലർന്ന തവിട്ടാണ്. സിംഹത്തിന്റെ പോലെ ഇവയ്ക്ക് സാമൂഹിക സ്വഭാവം കാണാം. മറ്റുള്ളവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടും. അതേസമയം പുലികളുടെ സ്വഭാവം പോലെ ഇവയ്ക്ക് വെള്ളത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. സാധാരണ സിംഹങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാറില്ല, പക്ഷെ ലൈഗർ വെള്ളത്തിൽ ചാടിയും കളിച്ചും സന്തോഷിക്കും. പക്ഷെ ഈ അത്ഭുത മൃഗത്തിന് ഒരു മറുവശവും കൂടിയുണ്ട്. ലൈഗറുകൾ സ്വാഭാവികമായി ജനിക്കുന്നതല്ലാത്തതിനാൽ ഇവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇതാണ് ജാഗ്ലൈൻ. ജാഗ്ലൈൻ എന്നത് ഒരു ആൺ ജാഗ്വറും ഒരു പെൺ സിംഹവും കൂടി കൂട്ടുകൂടിയപ്പോൾ ജനിക്കുന്ന ഒരു മൃഗമാണ്. ഇത് ലൈഗറിനെ പോലെ തന്നെ ഒരു ഹൈബ്രിഡ് ആണെങ്കിലും അതിന്റെ രൂപവും സ്വഭാവവും വളരെ വ്യത്യസ്തമാണ്. ജാഗ്ലൈൻ സാധാരണ സിംഹത്തിനേക്കാൾ ചെറുതായിരിക്കും, പക്ഷേ ശക്തിയിലും കരുത്തിലും അത് വളരെ ശ്രദ്ധേയമാണ്. ജാഗ്വറിന്റെ പോലെ ശക്തമായ പല്ലുകളും കടിയുമുണ്ട്. ജാഗ്വർ ലോകത്തിലെ ഏറ്റവും ശക്തമായ കടിയുള്ള വലിയ പൂച്ചകളിൽ ഒന്നാണ്. അതിനാൽ ജാഗ്ലൈൻ ഒരു അസാധാരണമായ വേട്ടയാടാൻ കഴിയുന്ന ഒരു പൂച്ചയാണ്. ഈ ജാഗ്ലൈന്റെ രൂപം വളരെ ആകർഷകമാണ്. സിംഹത്തിന്റെ സ്വർണ്ണ നിറമുള്ള ശരീരത്തിൽ ജാഗ്വറിന്റെ പോലെ കറുത്ത പുള്ളികളും കാണാം. ചിലപ്പോൾ കഴുത്തിനു ചുറ്റുമുള്ള രോമവും ഉണ്ടാകും, പക്ഷേ അത് സാധാരണ സിംഹത്തിനേക്കാൾ കുറവായിരിക്കും. ഇവയുടെ സ്വഭാവം നോക്കുമ്പോൾ സിംഹത്തിന്റെ സാമൂഹിക സ്വഭാവവും ജാഗ്വറിന്റെ ഒറ്റയ്ക്കുള്ള ജീവിത രീതിയും ഇവയിൽ കലർന്നിരിക്കുന്നു. ചില ജാഗ്ലൈനുകൾ മറ്റുള്ളവരുമായി ഇടപെടാൻ ഇഷ്ടപ്പെടുമ്പോൾ ചിലത് ഒറ്റയ്ക്കിരിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ജാഗ്വറിന്റെ പോലെ ഇവയ്ക്ക് വെള്ളത്തോടും അടുപ്പം കൂടുതലായിരിക്കും. വെള്ളത്തിൽ ഇറങ്ങി നീന്താനും ഇവയ്ക്ക് കഴിയും. സോങ്കി എന്നത് ഒരു അപൂർവ ഹൈബ്രിഡ് മൃഗമാണ്. ഇതൊരു സീബ്രയും ഒരു കഴുതയും കൂട്ടുകൂടുമ്പോൾ ജനിക്കുന്നതാണ്. സാധാരണയായി ആൺ സീബ്രയും പെൺ കഴുതയും തമ്മിലാണ് ഇത് ഉണ്ടാക്കുന്നത്. സീബ്രകളും കഴുതകളും സ്വാഭാവികമായി ഒരേ സ്ഥലത്ത് ഇടപെടാറില്ല. അതുകൊണ്ട് തന്നെ സോങ്കികൾ കൂടുതലായി മനുഷ്യരുടെ പരിപാലനത്തിനുള്ളിൽ ഫാമുകളിലോ സ്കൂളുകളിലോ ആണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് ഒരു കഴുതയുടെ ശരീരമാണ് ഉള്ളത്. ചെറുതായ ശക്തമായ കാലുകൾ, നീളം കൂടിയ ചെവികളും. പക്ഷേ അതിന്റെ കാലുകളിലും ചിലപ്പോൾ ശരീരത്തുമുള്ള സീബ്രയുടെ പോലെ കറുത്തതും വെളുത്തതും വരകൾ കാണാം. ചില സോങ്കികളിൽ ഈ വരകൾ വളരെ വ്യക്തമായിരിക്കും, ചിലതിൽ വളരെ മങ്ങലായിരിക്കും. പ്രകൃതി ഒരു ചിത്രകാരനാണെങ്കിൽ അതിന്റെ ഒരു പരീക്ഷണ ചിത്രമാണ് ഇത് എന്ന് തോന്നും. സോങ്കികൾക്ക് ഒരു മിശ്ര സ്വഭാവമാണ് കാണുന്നത്. കഴുതകളെ പോലെ ക്ഷമയും ചിലപ്പോൾ പിടിവാശിയും ഉണ്ടാകും. അതോടൊപ്പം സീബ്രയുടെ പോലെ ചുറുചുറുക്കും ഉണ്ടാകും. അതിനാൽ ഇവയെ പരിശീലിപ്പിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം. സാധാരണ കഴുതകളെ പോലെ പൂർണ്ണമായി ഇവ അനുസരിക്കില്ല. സീബ്രയെ പോലെ പൂർണ്ണമായി കാട്ടുമൃഗവുമല്ല. ഇരുവശം ചേർന്ന ഒരു സ്വഭാവമാണ് ഇവയ്ക്കുള്ളത്. സോങ്കികൾക്ക് സാധാരണയായി കുട്ടികൾ ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം സീബ്രയ്ക്കും കഴുതയ്ക്കും വ്യത്യസ്തമായ ക്രോമോസോമാണ് ഉള്ളത്. അതിനാൽ സോങ്കി ഒരു വഴിത്തിരിവ് പോലെയാണ്. അത് തന്നെ ഒരു അവസാനമാണ്. തുടർച്ചയില്ലാത്ത ഒരു ജീവിയാണ് ഇവ. അവയുടെ ജീവിതം പലപ്പോഴും മനുഷ്യരോടൊപ്പം തന്നെ ആയിരിക്കും. ഫാമുകളിലും സ്കൂളുകളിലും ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവയെ വളർത്താറുണ്ട്. ഈ ഒരു മൃഗത്തിന്റെ പേരാണ് ഹിനി. ഇതൊരു ആൺ കഴുതയും പെൺ കുതിരയും തമ്മിൽ കൂട്ടുകൂടിയപ്പോൾ ജനിച്ചൊരു മൃഗമാണ്. ഇത് മിയോൾ എന്ന മൃഗത്തിന്റെ വിപരീതമാണ്. മിയോൾ ഉണ്ടാകുന്നത് ആൺകുതിരയും പെൺ കഴുതയും തമ്മിലാണ്. ഒരേ രണ്ട് മൃഗങ്ങൾ, പക്ഷെ അവരുടെ കൂട്ടുകെട്ട് മാറുമ്പോൾ പിറക്കുന്ന കുഞ്ഞിന്റെ സ്വഭാവവും രൂപവും മാറും. അതാണ് ഹിനിയുടെ പ്രത്യേകത. കഴുതയുടെ പോലെ നീളം കൂടിയ ചെവികൾ ഉണ്ടാകും, പക്ഷെ ശരീരം കുതിരയുടെ പോലെ കുറച്ചുകൂടി സുന്ദരവും സമതുലിതവുമാകും. മുഖഭാഗം
മുഖഭാവം ചിലപ്പോൾ കുതിരയെ ഓർമ്മിപ്പിക്കും, പക്ഷെ ചെവികളും ചില ശരീരഭാഗങ്ങളും നോക്കുമ്പോൾ അത് കഴുതയുടെ സ്വഭാവം കാണിക്കും. ഹിനി വളരെ ശാന്തവും ക്ഷമയുള്ളതുമായ ഒരു മൃഗമാണ്. കുതിരയുടെ ബുദ്ധിയും കഴുതയുടെ സഹനശേഷിയും ഇതിൽ കലർന്നിരിക്കുന്നു. പക്ഷെ ചിലപ്പോൾ കഴുതയുടെ പോലെ അല്പം പിടിവാശിയും കാണാം. അതിനാൽ ഇവയെ കൈകാര്യം ചെയ്യാൻ ക്ഷമ ആവശ്യമാണ്. ഇത്തരം മൃഗങ്ങളെ കൃഷിക്കായും ഭാരമേറിയ സാധനങ്ങൾ വഹിക്കാനും യാത്രയ്ക്കായും എന്നിവയ്ക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നു. കുതിരയുടെ ശക്തിയും കഴുതയുടെ ക്ഷമയും ഒരുമിച്ച് കിട്ടുന്നതുകൊണ്ട് ഹിനി ഒരു പ്രായോഗിക സഹായിയായിരുന്നു. വുൾഫിൻ ഇതൊരു അപൂർവ ഹൈബ്രിഡ് സമുദ്രജീവിയാണ്. ഇതൊരു ഫാൾസ് കില്ലർ വെയിലും ഒരു ബോട്ടിൽ നോസ് ഡോൾഫിനും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ ജനിക്കുന്നതാണ്. ലോകത്ത് വളരെ കുറച്ച് വോൾഫിനുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രശസ്തമായ കെക്കൈമലു എന്ന പേരുള്ള ഒരു വോൾഫിനാണ് ഹവായിൽ ജനിച്ചത്. ഈ വോൾഫിന് ഡോൾഫിന്റെ സുന്ദരമായ ശരീരവും വേലിന്റെ കൂടുതൽ വലുപ്പവുമാണ് ഇവയ്ക്കുള്ളത്. വോൾഫിൻ സാധാരണ ഡോൾഫിനേക്കാൾ വലുതായിരിക്കും, പക്ഷേ ഫാൾസ് കില്ലർ വേലിനേക്കാൾ ചെറുതായിരിക്കും. അതിന്റെ ത്വക്കിന്റെ നിറം ഗാഢമായ ചാരനിറമാണ്, ചിലപ്പോൾ ഇളം നിറങ്ങൾ കലർന്നതുമാകാം. ഇവയുടെ പല്ലുകൾക്ക് പോലും പ്രത്യേകതയുണ്ട്. ഡോൾഫിനും വേലും തമ്മിലുള്ള ശരാശരി എണ്ണത്തിലുള്ള പല്ലുകളാണ് വോൾഫിനുകൾക്ക് കാണപ്പെടുന്നത്. ഇതൊരു സുതാര്യമായ മിശ്രിതത്തിന്റെ തെളിവാണ്. ഇവകൾക്ക് ഡോൾഫിനെ പോലെ കളിയുള്ളതും ബുദ്ധിയുള്ളതുമായ സ്വഭാവമാണുള്ളത്. അതോടൊപ്പം തന്നെ വേലിനെ പോലെ ശക്തിയും കരുത്തുമാണ് ഉള്ളത്. അതിനാൽ വോൾഫിൻ വളരെ സജീവവും കൗതുകരവുമായ ഒരു ജീവിയാണ്. ഇതാണ് ടൈഗൺ. ടൈഗൺ ഒരു ഹൈബ്രിഡ് മൃഗമാണ്. ഇതൊരു ആൺപുലിയും പെൺസിംഹവും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ ജനിക്കുന്നതാണ്. ഇത് ലൈഗർ എന്ന മൃഗത്തിന്റെ വിപരീതമാണ്. ലൈഗർ ഉണ്ടാകുന്നത് ആൺസിംഹവും പെൺപുലിയും ചേർന്നാണ്. ഈ ടൈഗൺ സാധാരണയായി ലൈഗറിനേക്കാൾ ചെറുതായിരിക്കും, കാരണം ഇവയുടെ വളർച്ച നിയന്ത്രിക്കുന്ന ജീനുകൾ വ്യത്യാസമായി പ്രവർത്തിക്കുന്നു. അതിനാൽ ടൈഗൺ അത്ര വലുതാകില്ല, പക്ഷെ അതിന്റെ സൗന്ദര്യം അതിശയകരമാണ്. ഇവയുടെ ശരീരത്തിൽ സിംഹത്തിനെ പോലെ സ്വർണ്ണ നിറമായിരിക്കും ഉണ്ടാവുന്നത്. പുലിയുടെ പോലെ കറുത്ത വരകളും വ്യക്തമായി കാണാം. ചില ടൈഗണുകളിൽ ചെറിയ മുടിക്കിരീടവും ഉണ്ടാകും, പക്ഷെ അത് സിംഹത്തിനെ പോലെ വലുതായിരിക്കില്ല. ടൈഗൺ ഒരു മിശ്ര സ്വഭാവം കാണിക്കും. സിംഹത്തിന്റെ പോലെ ചില സാമൂഹിക സ്വഭാവം, മറ്റുള്ളവരോടൊപ്പം ഇടപെടാൻ താല്പര്യം കാണിക്കും. അതോടൊപ്പം തന്നെ പുലിയുടെ പോലെ ഒറ്റയ്ക്കിരിക്കാനുള്ള പ്രവണതയും കാണിക്കും. ചിലപ്പോൾ ശാന്തമായിരിക്കും, എന്നാൽ ചിലപ്പോൾ അക്രമീയമായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മനുഷ്യൻ ഇതുപോലെ മൃഗങ്ങളെ ക്രോസ് ബ്രീഡ് ചെയ്തിട്ട് പുതിയ മൃഗങ്ങളെ ഉണ്ടാക്കുന്നത് നല്ലതാണോ, അതോ ഇത് പ്രകൃതിയുടെ നിയമത്തിന് എതിരാണോ? എന്തായാലും വീഡിയോ അവസാനം വരെ കണ്ടതിൽ വളരെ വളരെ നന്ദിയുണ്ട്. ഇതുപോലത്തെ നല്ല വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നാം നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ ആ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് സ്ക്രീനിൽ വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല അറിവുമായിട്ട് വരാം.